നാട്ടിലേക്കുള്ള ഓരോ യാത്രയും എനിക്കെപ്പോഴും സ്പെഷ്യലാണ്. 2 ആഴ്ച ഉള്ളുവെങ്കിലും തിരക്കുകളെല്ലാം പിന്നിലുപേക്ഷിച്ച് മെല്ലെ മെല്ലെ സ്വന്തം നാട്ടിലേക്കുള്ള ആ യാത്ര അതൊന്ന് വേറെ തന്നെയാണ്. പണ്ട് ഇത്തരം നീണ്ട ട്രെയിൻ യാത്രകളിൽ ഫോണിൽ സിനിമ കണ്ടായിരുന്നു ഞാൻ സമയം കളഞ്ഞിരുന്നത്. എന്നാലിപ്പോൾ ഫോണിന് പകരം പുസ്തകങ്ങളും സിനിമയ്ക്ക് പകരം വായനകളുമാണ് കൂട്ട്. വീട്ടുകാരെയും കൂട്ടുകാരെയും പോലെ ഇത്തവണയും ചിലർ എന്നെ അവിടെ കാത്തിരിപ്പുണ്ട്. ഇനിയുള്ള 2 മാസങ്ങൾ എനിക്ക് വായിച്ചു തീർക്കാനുള്ള പുസ്തകങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? മാൻകൈൻഡ് പബ്ലിഷ് ചെയ്ത് മിഴി മാധവ് എഴുതിയ മൗഷ്മി. ലക്ഷ്മി ചേച്ചിയുടെ ഗിവ് അവേ സമ്മാനമായതുകൊണ്ട് ഒരു ഓതർ സൈൻഡ് കോപ്പിയായിട്ടാണ് മൗഷ്മി എൻ്റെ കയ്യിലേക്ക് എത്തിയത്. അടുത്തത് ഡോക്ടർ നിഖിലേഷ് മേനോൻ്റെ അൽവറാഡോ മരണങ്ങൾ. സൈക്തം ബുക്സ് പബ്ലിഷ് ചെയ്ത അശ്വതി ശ്രീകാന്തിൻ്റെ ഠായില്ലാത്ത മിഠായികൾ. മാൻകൈൻഡ് തന്നെ പബ്ലിഷ് ചെയ്ത അരുൺ ടോമിയുടെ സെലിൻ. DC ബുക്സ് പബ്ലിഷ് ചെയ്ത് ശിവൻ എടമന എഴുതിയ ന്യൂറോ ഏരിയ. ഗോകുൽ കർത്തയുടെ മഞ്ഞ് തിന്നുന്ന മനുഷ്യർ. വിദേശത്തുള്ള ഓതർ എനിക്ക് നേരിട്ട് അയച്ചു തന്നൊരു ബുക്കാണിത്. സോ ഇറ്റ്സ് സ്പെഷ്യൽ ടു മീ. ഇതുകൂടാതെ 3 പുസ്തകങ്ങൾ ഞാൻ പുസ്തകപുര എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ഓർഡർ ചെയ്ത് വാങ്ങിയിരുന്നു. 3ഉം മാതൃഭൂമി ബുക്സിൻ്റെയാണ്. പുസ്തകങ്ങളോടൊപ്പം ഒരു പിടി നല്ല ബുക്ക് മാർക്കുകൾ അയച്ചു തരാൻ പുസ്തകപുര മറന്നില്ല. മാതൃഭൂമി ബുക്സിൻ്റെ ബെസ്റ്റ് സെല്ലറുകളിലൊന്നായ PV ഷാജികുമാറിൻ്റെ മരണവംശം. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാര ജേതാവായ R രാജശ്രീ ടീച്ചറുടെ ആത്രേയകം. 3ാമത്തത് ശ്രീ പാർവതി മാഡത്തിൻ്റെ 301 നമ്പർ മുറിയിലെ മരണം. ഇതുകൂടാതെ 3 പുസ്തകങ്ങൾ കൂടി എൻ്റെ കയ്യിലേക്ക് വന്നു. രവി മന്ത്രി എഴുതി DC ബുക്സ് പബ്ലിഷ് ചെയ്ത അമ്മ പ്രേമലു. വിവർത്തനം ചെയ്തിരിക്കുന്നത് LR സ്വാമി. അടുത്തത് ശ്രീ പാർവതി മാഡത്തിൻ്റെ തന്നെ മാധവി. DC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തത് മാൻകൈൻഡ് പബ്ലിഷ് ചെയ്ത സൈഗോണിൻ്റെ യുദ്ധക്കുട്ടികൾ. സുരേഷ് പൂവാട്ടാണ് എഴുത്തുകാരൻ. ഇതും ഒരു ഗിവ് അവേ സമ്മാനമായിരുന്നു. അപ്പോൾ ട്രെയിൻ യാത്രകളൊക്കെ കഴിഞ്ഞു. ഇനി വായനയുടെ യാത്ര അത് തുടരുകയാണ്. ഹാപ്പി റീഡിംഗ്.